ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ഒരു വലിയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലെയും നിങ്ങളുടെ നിലവുകളെയും കർത്താവിന് നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എക്സാം സീസണൊക്കെ ആണെന്ന് കരുതി വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒരു വലിയ അനുഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെയുണ്ട്. അവരുടെ ബുദ്ധിയെയും അവരുടെ നിലവുകളെയും ദൈവിക സമാധാനത്താൽ കർത്താവ് ഇപ്പോൾ നിറയ്ക്കുകയാണ്. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഒരു കീ സ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ കുഞ്ഞമ്മയാണ്. താങ്ക് യു. ഡിസംബർ 2 കുഞ്ഞമ്മയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലേക്കുള്ള വഴി ശരിയാകുവാൻ, സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ. നന്മകൾ വന്നു ചേരട്ടെ, ദൈവ പദ്ധതികൾ വന്നു ചേരട്ടെ. കർത്താവ്, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഇന്ന് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്ന ഒരു ദിവസമാണ്. ഫ്രൈഡേ സർവീസ് ആണ്. എവിടെയാണെങ്കിലും ഇന്നത്തെ സർവീസിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കൊച്ചിയിലേക്ക് നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇന്ന് നടക്കുന്ന ഈ മീറ്റിങ്ങിൻ്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ പങ്കെടുക്കുവാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. സന്ദേശം എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് ഫോർ ഓൾ, സകലർക്കുമുള്ള സദ്വാർത്ത എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശം. വേഗത്തിൽ നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ചിലരുടെ മുഖത്ത് സന്തോഷമില്ലല്ലോ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ പൂർണ്ണ സന്തോഷത്തിലേക്കും വിടുതലിലേക്കും കർത്താവ് നടത്തും. ദൈവത്തിൻ്റെ വചനം വളരെ ഷാർപ്പാണ്, പെനിട്രേറ്റിംഗ് ആണ്, ജീവനുള്ളതാണ്. നമ്മുടെ അകത്തോട്ടൊക്കെ കയറി വർക്ക് ചെയ്യാൻ ശക്തിയുള്ളതായതുകൊണ്ട് ഗെറ്റ് റെഡി. എനിക്കിങ്ങനെ നിങ്ങളെ മുഖത്ത് നോക്കി പറയാൻ തോന്നുന്നു, ഗാഡ് ഈസ് അബൌട്ട് ടു ഡു സംതിങ് ബിഗ് ഇൻ യുവർ ലൈഫ്. വലിയ ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ആശ്വസിക്കുക. പിന്നെ കൂപ്പുകളോട് പറയുകയാണ്, പ്രത്യേകിച്ച് ചില മാതാപിതാക്കളോട്, നിങ്ങളുടെ പ്രതീക്ഷ മക്കളിലോ നിങ്ങളുടെ പ്രതീക്ഷ മറ്റുള്ളവരിലോ ഒന്നും ആയിരിക്കരുത്. നിങ്ങളുടെ പ്രതീക്ഷ കർത്താവിൽ മാത്രം ആയിരിക്കണം. എനിക്ക് ഇന്നലെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാചനങ്ങൾ വായിച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, യു ഹാവ് എ ബ്ലെസ്സഡ് ഹോപ്പ്. വി ഹാവ് എ ബ്ലെസ്സഡ് ഹോപ്പ്. ഒരു ഭാഗ്യകരമായൊരു പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്. ഭയങ്കരമായൊരു പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഭയങ്കരമായ പ്രത്യാശ. എന്താണത്? യേശു വന്ന് നമ്മെ ഈ നാശ ലോകത്തിൽ നിന്നും കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി പുതിയ ഭൂമിയും പുതിയ ആകാശവും ആയി പാപമൊന്നുമില്ലാത്ത ഒരു നല്ലൊരു അന്തരീക്ഷത്തിലെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആക്കും. ആ സമയത്ത് പുതിയ യെരുശലേം ഇറങ്ങി വരികയും ലോകത്തിൽ ഇന്ന് വരെ ആരും ന്യൂയോർക്ക് സിറ്റിയോ സ്വിറ്റ്സർലൻഡിലോ ദുബായ് സിറ്റിയിലോ എങ്ങുമില്ലാത്തൊരു ടൗൺഷിപ്പ്, ഒരു സിറ്റി കർത്താവ് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് കർത്താവ് സ്ഥാപിച്ച് അങ്ങനെ ഒരു സിറ്റി ലൈഫിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകും. അവിടെ പ്രത്യേകിച്ച് ഉള്ള വിളക്കൊന്നും ആവശ്യമില്ല, ക്യാൻഡിലൊന്നും ആവശ്യമില്ല. കർത്താവ് തന്നെ, കുഞ്ഞാട് തന്നെ അതിൻ്റെ വിളക്കായിരിക്കും. ദ ലാംപ് വിൽ ബി ദ ലാംപ്. അങ്ങനൊരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് അവർ ബ്ലെസ്സഡ് ഹോപ്പ്. ഇത് സകല വിശ്വാസികളിലും ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് വല്ല പ്രത്യാശയുണ്ട്? ഉണ്ട്. സ്വർഗത്തിലായാലും ഭൂമിയിലായാലും ദൈവമാണ് നമ്മുടെ പ്രത്യാശ.
മനുഷ്യരിൽ ആശ്രയിച്ചാൽ 118 സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതല്ല അല്ലെ? മനുഷ്യരിൽ ആശ്രയിക്കുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. സോ ദൈവത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ നിരാശയിൽ വീണു പോകുകയില്ല. ഒത്തിരി പേരുടെയും നിരാശയുടെ കാരണം മനുഷ്യരിൽ നിന്ന് പലതൊക്കെ പ്രതീക്ഷിച്ചു. മനുഷ്യരിൽ നിന്നുള്ള പ്രതീക്ഷകൾ മുഴുവൻ പൊട്ടിപ്പാളിസാവും. വളരെ പ്രതീക്ഷ നൽകിയവർ പോലും നമ്മുടെ പ്രതീക്ഷകൾ കളയുന്ന രീതിയിൽ പെരുമാറിയെന്നിരിക്കും. ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരാൾക്ക് വേണ്ടി കൊടുത്തു, ഇന്നയാളിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് പുറകെ നടന്നു. പിന്നെ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ ഹൃദയം തകർന്ന് തരിപ്പണമായി. അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷകളുമെല്ലാം യേശു കർത്താവിൻ്റെ ഒരിക്കലും ചതിക്കില്ല, ഒരിക്കലും വഞ്ചിക്കില്ല, ഒരിക്കലും കള്ളം പറയില്ല, ഒരിക്കലും ഇട്ടിട്ട് പോവില്ല. ഒരു നാളും കൈവിടാതെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു, സ്നേഹിതനായി നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഒരു നിമിഷം പോലും നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ പോലും നമ്മളെ ഉപേക്ഷിക്കാതെ നിൽക്കുന്ന അങ്ങനെ ഒരു കർത്താവ് നമുക്കുണ്ട്. ചില വചനങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. യിരെമ്യാവ് 32:27 I am the Lord, the God of all mankind. Is anything too hard for me? ഇവിടെ പറയുന്നത് സകല ജഡത്തിൻ്റെയും സകല മനുഷ്യരുടെയും കർത്താവായ ദൈവമായവൻ ഞാനാകുന്നു. ഈസ് ദർ എനിത്തിങ് ടു ഹാർഡ് ഫോർ മീ? എന്നാൽ അസാധ്യമായി വല്ല കാര്യവും ഉണ്ടോ? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എനിക്ക് അസാധ്യമായിട്ട് വല്ല കാര്യമുണ്ടോ? ചില മിത്തോളജികളിൽ, ഐതിഹ്യങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നത് ഒത്തിരി ദൈവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മഴയ്ക്ക്, കൃഷിക്ക്, നദിക്ക്, സൂര്യന്, ചന്ദ്രന്, പ്രപഞ്ചത്തിന്, വൃക്ഷങ്ങൾക്ക്, രോഗങ്ങൾക്ക്, ഓരോന്നും നോക്കാൻ കുറേ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മിത്തോളജി പണ്ട് മുതലേ ഉള്ളതാണ്. ഗ്രീക്ക് മിത്തോളജി കേട്ട് കാണും. ഇന്ത്യയിൽ മാത്രമല്ല, ഗ്രീസിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ മിത്തോളജികളുണ്ട്. ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്. ഇതൊന്നും സത്യമല്ല, മനുഷ്യരിങ്ങനെ സങ്കല്പത്തിൽ ഉണ്ടാക്കുന്ന ഐതിഹ്യങ്ങളാണ്. അതിൻ പ്രകാരം ഇപ്പോൾ ഒരു നാട്ടിൽ മഴ പെയ്യണമെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ദൈവമുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ മഴ പെയ്യും. അതുപോലെ ഫെർട്ടിലിറ്റി ഗോഡ്സ് ഉണ്ട്. കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റുകളായി, എനിക്കൊന്ന് ഗ്രീസിലും റോമിലൊക്കെ അഫ്രോഡൈറ്റിസ് എന്താ പറഞ്ഞിട്ട് ഒരു ഗോഡസ് ഉണ്ടായിരുന്നു, ഫെർട്ടിലിറ്റി ഗോഡ്. അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാകണമെങ്കിൽ ആ ഗോഡസിന്റെ അടുത്ത് പോകും. കല്യാണം നടക്കണമെങ്കിൽ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ അടുത്ത് പോകണം. രോഗങ്ങൾക്കൊക്കെ മാറണമെങ്കിൽ അത്. പിന്നെ കാശ് വേണമെങ്കിൽ അതിനു വേണ്ടി സ്പെഷ്യലിസ്റ്റ് ഗോഡുകളുണ്ട്. ഇങ്ങനെ പലതായിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുത്തേക്ക്. ഇത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കി സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ചില മിഥ്യകളാണ്, അന്ധവിശ്വാസങ്ങളാണ്. ഇവിടെ പറയുന്നത് ഐ ആം ദ ലോർഡ്, ദ ഗോഡ് ഓഫ് ഓൾ മാൻകൈൻഡ്. ഭൂമിയിലുള്ള വർഗ വർണ്ണ വ്യത്യാസം ഇല്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ, ആബാല വൃദ്ധം ജനങ്ങളുടെയും യാതൊരു വ്യത്യാസവുമില്ലാതെ സകല മനുഷ്യരുടെയും ദൈവം ഞാനാകുന്നു. ബില്യൺസ് ഓഫ് പീപ്പിൾ ബട്ട് ഓൺലി വൺ ഗോഡ്. 800 കോടി ജനം, ഒറ്റ ദൈവമുള്ളൂ. എല്ലാവർക്കും കൂടെ ഒരു ദൈവമേ ഉള്ളൂ. സോ ആ ദൈവം പറയുന്നത് ഈസ് ദർ എനിത്തിങ് ടു ഹാർഡ് ഫോർ മീ? എനിക്ക് വല്ല കാര്യവും അസാധ്യമായിട്ടുണ്ടോ? നിങ്ങളുടെ കാര്യം നടത്താൻ ഞാൻ ശക്തനല്ലേ? ഇപ്പൊ ഇത്രയും പേരുടെ കാര്യം നടത്തണമെങ്കിൽ ഒരു രാജ്യത്തെ ഭരണകൂടം ആ രാജ്യത്ത് സകല കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നതിൽ പലപ്പോഴും പ്രയാസപ്പെടുന്നത് കൊണ്ടാണ് ജനങ്ങൾ സമരത്തിനിറങ്ങുന്നതും ധർണകൾ നടത്തുന്നതും ഖുരാവോ ചെയ്യുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും. ഞങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ വിചാരിച്ചതുപോലെയല്ല, അവർ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല, ഞങ്ങൾക്ക് ഇന്ന ഡിമാൻഡ്സ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രജകൾ
മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്, അല്ലെങ്കിൽ സമരം ചെയ്യുകയാണ്, റോഡ് ഉപരോധിക്കുന്നു, റെയിൽവേ ട്രാക്ക് ഉപരോധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത്, ഈസ് ദർ എനിത്തിങ് ടു ഹാർഡ് ഫോർ മീ? മീനിങ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, സകല മനുഷ്യരുടെ ദൈവമാണ്. എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലാവരെയും നടത്തുവാൻ, എല്ലാവരെയും തീറ്റുവാനുള്ള ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട്. എന്നുവെച്ചാൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും തീറ്റിപ്പോറ്റുവാനുള്ള ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട്. അവർക്കെല്ലാവർക്കും ശ്വസിക്കുവാനുള്ള വായു ഞാൻ സപ്ലൈ ചെയ്തോളാം. അവരുടെ യാത്രകളിൽ ഞാൻ സൂക്ഷിക്കാം. അവരുടെ മക്കളുടെ കാര്യം ഞാൻ നോക്കാം. അവരുടെ സാമ്പത്തികം ഞാൻ നോക്കാം. അവരുടെ വിദ്യാഭ്യാസം ഞാൻ നോക്കാം. എന്ന് വെച്ച് ഇങ്ങ് തന്നാ മതി. നിന്റെ ഭാരം അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സങ്കീർത്തനങ്ങൾ 55:22. നിന്റെ ഭാരം ഇങ്ങ് താ, അവൻ നിന്നെ പുലർത്തും. Cast all your burdens upon the Lord and he will sustain you. അവൻ നിന്നെ പുലർത്തിയിരിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മുടെ ലിമിറ്റഡ് ബ്രെയിൻ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈസ് ജസ്റ്റ് വൺ ഗോഡ് ഇനഫ് ടു മാനേജ് ഓൾ ദീസ് പീപ്പിൾ? ഈ കറുത്ത വർഗ്ഗക്കാരനെയും വെളുത്ത വർഗ്ഗക്കാരനെയും നമ്മെപ്പോലെ കളറുള്ള, ഈസ്റ്റ്മാൻ കളറുള്ളവരെയൊക്കെ എല്ലാവരെയും മാനേജ് ചെയ്യാൻ, തീറ്റിപ്പോറ്റാൻ ഈ ദൈവത്തിന് ശക്തി ഉണ്ടോ? ഇത്രയും 800 കോടി ജനങ്ങളുടെ ഇടയിൽ എൻ്റെ കാര്യം കർത്താവിന് അറിയാൻ കഴിയുമോ? അറിയുന്നുണ്ടോ? ഒത്തിരി വലിയ കാര്യങ്ങളില്ലേ? അതുകൊണ്ട് എനിക്കൊരു ശ്രദ്ധ കിട്ടുമോ? നോ. എത്ര കോടികൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവർക്കെല്ലാം പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഭരണ സംവിധാനമാണ് നമ്മുടെ കർത്താവിൻ്റെ ഭരണ സംവിധാനം. ചുരുക്കി പറഞ്ഞാൽ, ദൈവം ഒരു രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല, ഒരു രാഷ്ട്രത്തിൽ അവൻ ഒതുങ്ങി നിൽക്കുന്നില്ല, ഒരു തലമുറയിൽ അവൻ ഒതുങ്ങി നിൽക്കുന്നില്ല. അവൻ തലമുറകളുടെ ദൈവം, ദ ഗാഡ് ഓഫ് ജനറേഷൻസ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നത് ഞാൻ. 3 തലമുറ അവിടെ എടുത്തു പറയും. ഇപ്പോഴും കർത്താവ് അത് പറയും. എന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ടുമുള്ള സകല തലമുറകളുടെയും ദൈവവും രക്ഷകനും ഞാനാകുന്നു. പലപ്പോഴും നമ്മുടെ പരാജയം ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ കഴിവുകൾ, ദൈവത്തിൻ്റെ സർവജ്ഞാനം, ദൈവത്തിൻ്റെ സർവവ്യാപിത്വം, ദൈവത്തിൻ്റെ സർവശക്തി, അപ്പോൾ തന്നെ മഹാകരുണയും മനസ്സലിവുള്ളവനും വിശ്വസ്തനും വാത്സല്യമുള്ളവനും ഒക്കെയാണ് നമ്മുടെ ദൈവം. ഇതുപോലൊരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി വേറെ ഇല്ല. അപ്പോ പലരുടെയും അകത്തുള്ളതുപോലെയുള്ള ആശങ്കയ്ക്ക് വകയില്ല, അതിൻ്റെ ആവശ്യമില്ല. ദൈവം സകലരെയും പോറ്റുവാനും പുലർത്തുവാനും ശക്തനാകുന്നു. ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഈ ഭൂമിക്ക് ശേഷമുള്ള ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഈ കർത്താവ് മതി. ഈ ഭൂമിയിൽ ഓരോ രാജ്യങ്ങൾ ചെല്ലുമ്പോൾ ഓരോ സിസ്റ്റംസ് കാണാം. അവിടുത്തെ ഭരണകൂടം വേറെയാണ്, അവിടുത്തെ പ്രധാനമന്ത്രി വേറെയാണ്, പ്രസിഡന്റ് വേറെയാണ്, ക്യാബിനറ്റ് വേറെയാണ്, അവിടുത്തെ യാത്രാ രീതികൾ വേറെയാണ്, ട്രാൻസ്പോർട്ടേഷൻ വേറെയാണ്, ലാംഗ്വേജ് വേറെയാണ്, ഡ്രസ് സ്റ്റൈൽ വേറെയാണ്, അവിടുത്തെ ക്ലൈമറ്റ് വേറെ. എല്ലാറ്റിലും ഓരോ രാജ്യവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പക്ഷേ എല്ലാവർക്കും കൂടെ ദൈവം ഒന്നേ ഉള്ളൂ. മാത്രമല്ല, രക്ഷാമാർഗവും ഒന്നേ ഉള്ളൂ, പലതില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 എല്ലാവർക്കും അറിയാം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. യേശു എന്നൊരൊറ്റ നാമത്തിലാണ് ഈ രക്ഷ മുഴുവൻ ഇരിക്കുന്നത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര വലിയ ദൈവത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള എഡ്യൂക്കേഷണൽ, സോഷ്യൽ, ഫിനാൻഷ്യൽ തുടങ്ങിയുള്ള ഏത് വകുപ്പിലും ഏത് കാര്യത്തിലും ഈ ദൈവത്തിന് തന്നെ സകലവും ചെയ്തു തരാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. എന്താണ് എളുപ്പം? ഒരാളെ അപ്രോച്ച് ചെയ്താൽ പോരെ, പലരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒറ്റ വിളി, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഒറ്റ വിളി, കർത്താവേ നീയാണ് എൻ്റെ എല്ലാം, എൻ്റെ ജീവിതം നിൻ്റെ കയ്യിലാണ്, നീ എന്നെ ഏറ്റെടുക്കണമേ, ഞാൻ നിൻ്റെ കുഞ്ഞാണ്, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ പിതാവാണ്, ആബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലാമെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ചിലരെ വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു. ഭാവിയെ ഓർത്ത് വളരെയധികം ആകുലപ്പെടുന്ന ചിലര് ഇത് കാണുന്നുണ്ട്.
പക്ഷെ നിങ്ങളൊരു നേഴ്സാകാൻ ആഗ്രഹിച്ചു, നേഴ്സായില്ല, വേറെ എന്തെങ്കിലുമിലാണ് ചെന്നുപെട്ടത്. അതോടെ എൻ്റെ ഭാവി തീർന്നു. ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചു, പക്ഷേ ഡോക്ടറാകാൻ പറ്റിയില്ല, ജീവിതം തീർന്നു. ഇല്ല കുഞ്ഞെ, തീർന്നിട്ടില്ല. എനിക്ക് IAS ആയിരുന്നു എൻ്റെ സ്വപ്നം, പക്ഷേ IAS ഐ പോലും കിട്ടിയില്ല. നോ പ്രോബ്ലം, അതിലല്ല നിന്റെ ഭാവി. നിന്റെ ഭാവി യേശുവിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഒരു IASകാരനോ ഒരു ഡോക്ടർക്കോ ഒരു എഞ്ചിനീയർക്കോ ഒരു സോഫ്റ്റ്വെയർ ഗൈക്കോ ഒന്നും കിട്ടുന്നതിനേക്കാൾ അപ്പുറത്തൊരു അനുഗ്രഹം തരാൻ യേശുവിന് സാധിക്കും. അതിനപ്പുറത്ത് അനുഗ്രഹിക്കാൻ കർത്താവിന് സാധിക്കും. വിശ്വസിക്കാം. ഒരു രാജ്യമെടുത്താൽ ആ രാജ്യത്തിന് ഒരു ഭരണകർത്താവുണ്ട്. നമുക്കാണെങ്കിൽ ഒരു പ്രസിഡന്റ് ഉണ്ട്, ചിലപ്പോൾ വൈസ് പ്രസിഡന്റ് കാണും, നമുക്കൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അതിൻ്റെ താഴേക്ക് ആഭ്യന്തരം നോക്കാൻ ഒരാള്, ഹോം ഇത് നോക്കാനായിട്ട് വേറൊരാൾ, ഫൈനാൻസ് നോക്കാൻ വേറൊരാൾ, സ്പോർട്സ് മന്ത്രിയായിട്ട് വേറൊരാൾ, ഇങ്ങനെ വകുപ്പുകൾ ഇങ്ങനെ കൊടുത്തേക്കും. പക്ഷേ എനിക്ക് പറയാനുണ്ട്, ഈ ഇന്ത്യയിലെ സകല മനുഷ്യരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ത്യയിലെ സകല മനുഷ്യർക്കും കൂടെ ഒറ്റ ദൈവമേ ഉള്ളൂ, ഒരു രക്ഷാമാർഗമേ ഉള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും മീൻസ് ആരും പിതാവിൻ്റെ അടുക്കൽ അഥവാ ദൈവത്തിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ എത്തുന്നില്ല. എല്ലാവർക്കും ഒരൊറ്റ വഴിയെ വെച്ചിട്ടുള്ളൂ, രണ്ട് വഴി ഇല്ല. ദിസ് ഇസ് വൺ വേ. വൺ വേ ഇൻ ദ സെൻസ് there is only one way. ഓക്കെ, പ്രസിഡന്റിന് രക്ഷപ്പെടണമെങ്കിൽ യേശു എന്ന രക്ഷകനിലൂടെ പറ്റും. പ്രൈം മിനിസ്റ്റർക്ക് രക്ഷപ്പെടണമെങ്കിൽ യേശു എന്ന രക്ഷകനിലൂടെ മാത്രമേ പറ്റൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഏറ്റവും ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും താഴെയുള്ള സാധാരണ പോലീസ് വരെയുള്ള സകലർക്കും രക്ഷപ്പെടണമെങ്കിൽ യേശുവിലൂടെ മാത്രമേ സാധിക്കൂ. ഇനി ഒരു ഡോക്ടർക്ക് രക്ഷ പ്രാപിക്കണം, എന്താ വഴി? യേശുവുള്ളൂ. ഒരു എഞ്ചിനീയർക്ക് രക്ഷ പ്രാപിക്കണം, എന്താ വഴി? യേശുവുള്ളൂ, വേറെ ഒരു വഴിയും ഇല്ല. ഒരു കാർപ്പന്റർക്ക് രക്ഷ പ്രാപിക്കണം, യേശുവാണ് വഴി. ഒരു മെയ്സിന് രക്ഷ പ്രാപിക്കണം, യേശുവാണ് വഴി. ഇനി ഒരു പക്ഷേ അബോറിജിനൽസ് ആയിട്ടുള്ള ആളുകൾ കാണും, ഗോത്രവർഗക്കാരും ആദിവാസികളും ഒക്കെ ആയിട്ടുള്ളവർ, അവർക്ക് യേശുവുള്ളൂ. വളരെ സിവിലൈസ്ഡ് ആയിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടും നിൽക്കുന്ന സിറ്റിയിലുള്ള, മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ള ആളുകളുണ്ടായിരിക്കും, അവർക്കും യേശുവേ ഉള്ളൂ, മറ്റൊരു വഴിയില്ല. വളരെ ചെറിയൊരു കുട്ടി രക്ഷപ്പെടണം, യേശുവേ ഉള്ളൂ. ഒരു ടീൻസിലുള്ള ഒരു കുട്ടിക്ക് രക്ഷപ്പെടണം, യേശുവുള്ളൂ. ഒരു യങ് മാൻ, യങ് ലേഡി, യേശുവുള്ളൂ. പ്രായമുള്ള ഒരാൾ, യേശുവുള്ളൂ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പുരുഷനായാലും സ്ത്രീ ആയാലും യേശുവുള്ളൂ. ഞാൻ ഈ പറയുന്നത് ആവർത്തിച്ച് പല കോണ്ടെക്സ്റ്റിലെടുത്ത് സംസാരിക്കുന്നത്, ഇത് നമ്മുടെ തലയിൽ രജിസ്റ്റർ ചെയ്യണം. എല്ലാവരെയും രക്ഷിക്കുവാൻ ഒരു ദൈവമേ ഉള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യത്തിൽ നമ്മൾ പൂർണ്ണമായും കാൽ ചവിട്ടി ഉറക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു ജയിലിൽ, തിഹാർ ജയിലിൽ കിടക്കുന്ന ആളുകൾ, സബ് ജയിലിൽ കിടക്കുന്ന ആളുകൾ, വെസ്റ്റ് ബംഗാളിൽ ജയിലിൽ കിടക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്രിമിനൽസ് ആയിട്ടുള്ളവർ രക്ഷപ്പെടണമെങ്കിൽ യേശുവുള്ളൂ. ഇനി രോഗികൾക്ക് സൗഖ്യമാകാൻ യേശുവുള്ളൂ. സാധാരണ മാർഗങ്ങളും നാട്ടുവൈദ്യം എല്ലാം കാണും. പക്ഷെ എല്ലാം പരാജയപ്പെടുമ്പോൾ, മനുഷ്യന്റെ മെഡിക്കേഷനുകൾ എല്ലാം പരാജയപ്പെടുമ്പോൾ സൗഖ്യമാക്കാൻ യേശുണ്ട്. അതുകൊണ്ട് അവനെ നമുക്ക് ഡോക്ടർ ജീസസ് എന്ന് വിളിക്കാം. ഡോക്ടർ ജീസസ് ഈസ് മൈ ഫാമിലി ഡോക്ടർ. ഈ എൻ്റെ കുടുംബ ഡോക്ടർ യേശുവാണ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുക. ഇനി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗദരദേശത്തൊരു ഭൂതഗ്രസ്തനെ കർത്താവ് വിടുവിച്ച കാര്യം പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടുത്തെ ഭരണാധിപന്മാർക്കോ റോമിലുള്ള പട്ടാളക്കാർക്കോ ഒരു യഹൂദനോ അവിടെയുള്ള ആർക്കും ആ മനുഷ്യനെ ഒരു തരത്തിലും സഹായിക്കാൻ കഴിഞ്ഞില്ല. അത്രത്തോളം ദാരുണമായും ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ളൊരു ജീവിതമായിരുന്നു ഈ ദുരാത്മബാധിതനായിരുന്ന മനുഷ്യൻ. എന്നാൽ അങ്ങനെയുള്ളവരുടെ വിടുതൽ യേശുവിലേ ഉള്ളൂ, യേശുവിൻ്റെ നാമത്തിലേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇനി ഈ ഭൂമിയിൽ ഒത്തിരി ഡ്രഗ് ആഡിക്ട്സ് കാണും, ആൽക്കഹോളിക്സ് കാണും, ഡ്രഗ് അബ്യൂസേഴ്സ് കാണും, ഡ്രഗ് വിൽക്കുന്നവർ കാണും, ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലുള്ളവർ കാണും, സകലവിധ ക്രിമിനൽസും
സ്മഗ്ലിങ്ങിലുള്ളവരും കള്ളന്മാരും എല്ലാവരും കാണും. പക്ഷേ ഇവർക്കെല്ലാം ഉള്ള രക്ഷ യേശു എന്ന ഒരു വ്യക്തിത്വത്തിലാണ് ഇരിക്കുന്നത്. ഇന്ന് മുഴുവൻ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, 2 കൊരിന്ത്യർ 11 അധ്യായം ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയാണ്, ഹവ്വയെ സാത്താൻ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ, ക്രിസ്തുയേശുവിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്രിസ്തുവിൽ നിങ്ങൾ ഉറക്കാമെങ്കിൽ, നിങ്ങൾ പ്രത്യാശയിടാമെങ്കിൽ, വിശ്വാസം സമർപ്പിക്കാമെങ്കിൽ, എന്ന് വെച്ചാൽ ഹവ്വയ്ക്ക് ദൈവത്തിൽ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അതിനു പകരം അവൾ പാമ്പിന്റെ ശബ്ദത്തിന്റെ പിന്നാലെ പോയി. അവരൊറ്റ ഡീവിയേഷനിൽ മനുഷ്യകുലം മുഴുവൻ വഴിതെറ്റി. ക്രിസ്തു എന്ന ഒരൊറ്റ വ്യക്തിത്വത്തിൽ നിന്നും നമ്മൾ എവിടേക്ക് മാറിയാലും തീർന്നു. 1 കൊരിന്ത്യർ 2 അധ്യായം 2 വചനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ, ക്രിസ്തു ക്രിസ്തു ക്രിസ്തു. ഗലാത്യലേഖനം 2:20 പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ശരീരത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ അത്ര ഞാൻ ജീവിക്കുന്നത്. So I am crucified with Christ. I no longer live. Christ lives in me. And the life that I live now is by faith in the Son of God who gave himself for me. ഒരൊറ്റപ്പെടുത്തം പിടിച്ചാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിൽക്കാമെങ്കിൽ നത്തിങ് ടു വറി അബൌട്ട്. അവിടെയാണ് മഹാസന്തോഷം ഇറങ്ങി വരുന്നത്. There is power in the gospel to save anyone, everyone who believes. അത്രയ്ക്ക് വലിയ പവറാണ് അതിനകത്തുള്ളത്. Wow, I'm so excited. പലരുടെയും ജീവിതത്തിൽ കർത്താവ് ഈ ദിവസങ്ങൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കൊരു ആഗ്രഹം കൂടി ഉള്ളത്, മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണം. ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, ബ്ലെസ്സിംഗ് ടൂടെ ചേർന്ന് നിൽക്കണം, പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല, ഈ മിനിസ്ട്രിയുടെ ലോകരാജ്യങ്ങൾ കർത്താവ് ചെയ്തെടുക്കാനിരിക്കുന്ന വലിയൊരു മിഷനുണ്ട്. അതിൻ്റെ ഒരു പങ്കാളിയായി നിങ്ങൾക്ക് മാറാം. ഇതിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ ഒരു ചാനൽ പാർട്ണറായി നിങ്ങൾക്ക് മാറാം. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് അതിലൂടെ ചെയ്യും. അനേകരെ രക്ഷിക്കുന്നത് കാണാൻ കർത്താവ് നമുക്ക് തന്നെ കൃപ നൽകും. ഇന്നത്തെ ഈ യൂട്യൂബിലൊക്കെ കാണുന്നതിൻ്റെ ലിങ്ക് എടുത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യണേ, ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കുക, നിങ്ങൾ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസ് ആയിട്ട് ഇടുക. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് തൊടുന്നതിനായി നന്ദി. താങ്ക് യു മാസ്റ്റർ. അലർജികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ മാറിപ്പോട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. മദ്യപാനം മാറിപ്പോട്ടെ. ലഹരി മരുന്നിന്റെ ഉപയോഗം മാറിപ്പോട്ടെ. അഡിക്ഷനുകൾ മാറിപ്പോട്ടെ. ദുശ്ശീലങ്ങൾ ബ്രേക്ക് ആകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു മാസ്റ്റർ. അവരുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വരുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. ഏത് പ്രയാസത്തിലിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും കൈനീട്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കുക. കർത്താവെ, ഏതൊരു വിഷയത്തിലും ഇപ്പോൾ കർത്താവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ, 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 യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ നമുക്ക് വീട്ടിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.